ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ കറണ്ട് അഫയേഴ്സിലെ വളരെ പ്രധാനപ്പെട്ടതാണ് സ്പോർട്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. RRB ആയാലും 10th ലെവലായാലും ഡിഗ്രി ലെവലായാലും ഒക്കെ പലപ്പോഴും സെറ്റ് കേട്ടറ്റ് ആയാൽ പോലും പലപ്പോഴും കറണ്ട് അഫയേഴ്സിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നാം പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. 2025 നടന്നു പോയിട്ടുള്ള നാഷണൽ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാഷണൽ ഗെയിംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നാഷണൽ ഗെയിംസ് 28 ജനുവരി മുതൽ ഫെബ്രുവരി 2025 വരെയാണ് 38ാമത് നാഷണൽ ഗെയിംസ് നടന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ. നമുക്കറിയാം ഫെബ്രുവരി 14 പ്രത്യേകതയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫെബ്രുവരി 14 വരെയാണ് ഈ ഗെയിംസ്. 38ാമത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 38ാമത് നാഷണൽ ഗെയിംസ് ആണ്. എത്രാമതാണ്? 38ാമത് നാഷണൽ ഗെയിംസ് ആണ് കഴിഞ്ഞു പോയത് ഫെബ്രുവരി 2025 വരെ. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? നമുക്കറിയാം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി വേദി രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഡെറാഡൂൺ ആയിരുന്നു മുഖ്യവേദി. ഏതായിരുന്നു? നാഷണൽ ഗെയിംസിന്റെ 2025 38ാമത് നാഷണൽ ഗെയിംസിന്റെ മുഖ്യവേദി എന്ന് പറയുന്നത് ഏതായിരുന്നു? രാജീവ് ഗാന്ധി ദേശീയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഡെറാഡൂൺ ആയിരുന്നു. പ്രമേയം എന്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ അതിന്റെ പ്രമേയം എന്തെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഡേയ്സ് പഠിക്കുമ്പോൾ തീർച്ചയായും ഓരോ വർഷത്തെയും പ്രമേയങ്ങൾ പഠിക്കാറുണ്ട്, തീംസ് പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രമേയം എന്താണ്? ഗ്രീൻ ഗെയിംസ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 38ാമത് നാഷണൽ ഗെയിംസിന്റെ പ്രമേയം എന്തായിരുന്നു? ഗ്രീൻ ഗെയിംസ് എന്നുള്ളതായിരുന്നു. ദീപശിഖ എഴുതിയത് തേജസ്വിനി ആയിരുന്നു. ദീപശിഖ എഴുതിയത് ആരായിരുന്നു? തേജസ്വിനി ആയിരുന്നു. ദീപശിഖ പ്രധാനമന്ത്രിക്ക് കൈമാറിയത് ലക്ഷ്യ ആയിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതെല്ലാം അതിലെറ്റുകളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു? അല്ലെ, ലക്ഷ്യ സെൻ കേട്ടോ. ലക്ഷ്യ സെൻ. ദീപശിഖ പ്രധാനമന്ത്രിക്ക് കൈമാറിയത് ലക്ഷ്മിയ സെൻ ആയിരുന്നു. ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ആരായിരുന്നു? മൗലി ആയിരുന്നു എന്നുള്ള കാര്യം. മൗലിയെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറയാം കേട്ടോ. മൗലി ആയിരുന്നു. അപ്പം സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആരായിരുന്നു? നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷാ ആയിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 38ാമത് നാഷണൽ ഗെയിം എവിടെ നടന്നു? അത് നടന്നത് ഡെറാഡൂണിലാണ്, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലാണ്. ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയാണ്. ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെയാണ് നടന്നത്. പ്രമേയം ഗ്രീൻ ഗെയിംസ് എന്നുള്ളതായിരുന്നു. ദീപശിഖ ഏന്തിയത് തേജസ്വിനി ആയിരുന്നു. ദീപശിഖ പ്രധാനമന്ത്രിക്ക് കൈമാറിയത് ലക്ഷ്യ സെൻ ആയിരുന്നു. ഭാഗ്യചിഹ്നം എന്തായിരുന്നു? മൗലി ആയിരുന്നു. ഒപ്പം തന്നെ ഇതിന്റെ അവസാനം, അതായത് ഇതിന്റെ സമാപന ചടങ്ങ് അല്ലെ, വാലിഡേറ്ററി ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത ആരായിരുന്നു? നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷാ ആയിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി മൗലിയെ കുറിച്ച്. മൗലി ഹിമാലയൻ മലനിരകളിൽ കാണപ്പെടുന്ന ഹിമാലയൻ മൊണാലാണ് മൗലി. ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണിത്. ഈ പക്ഷിയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഭാഗ്യചിഹ്നത്തിന്റെ പേര് മൗലി എന്നാണ്. ഉന്നതങ്ങളിലേക്ക് എന്നാണ് ഗെയിംസിന്റെ ആപ്തവാക്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൗലി എന്ന് പറഞ്ഞാൽ ഹിമാലയൻ മലനിരകളിൽ കാണപ്പെടുന്ന ഹിമാലയൻ മൊണാലാണ്. ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണത്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണ്. ഈ പക്ഷിയുടെ തലയും മനുഷ്യന്റെ ഉടലുമായുള്ള ഭാഗ്യചിഹ്നത്തിന്റെ പേരാണ് മൗലി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഉന്നതങ്ങളിലേക്ക് എന്നാണ് ഗെയിംസിന്റെ ആപ്തവാക്യം. നാഷണൽ ഗെയിംസിന്റെ ആപ്തവാക്യം എന്താണ്? ഉന്നതങ്ങളിലേക്ക് എന്നുള്ളതാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ആപ്തവാക്യം എന്താണ്? ഉന്നതങ്ങളിലേക്ക് എന്നുള്ളതാണ്. കൃത്യമായി ഓർത്തിരിക്കുക. ഇനി ഒഫീഷ്യൽ സ്പോൺസർ ആരാണ്? നാഷണൽ ഗെയിംസിന്റെ 38ാമത് നാഷണൽ ഗെയിംസിന്റെ ഒഫീഷ്യൽ സ്പോൺസർ ആരാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. എത്ര കായിക ഇനങ്ങളാണ് ഇതിലുള്ളത്? കൃത്യമായി ഓർത്തിരിക്കുക. 34. പ്രകടന ഇനങ്ങൾ 2. പ്രകടന ഇനങ്ങൾ കളരിപ്പയറ്റ്, റാഫ്റ്റിംഗ്. തുടക്കത്തില്
കളരിപ്പയറ്റ്, യോഗാസനം, മല്ലക്കമ്പ്, റാഫ്റ്റിംഗ് പ്രദർശന കായിക ഇനങ്ങളായിരുന്നു. പിന്നീട് മല്ലക്കമ്പും യോഗയും മത്സര ഇനമാക്കി. അങ്ങനെ ഈ തവണ 36 കായിക ഇനങ്ങൾ. അടുത്ത ഗെയിംസിന് ആതിഥ്യത്വം വഹിക്കുന്നത് മേഘാലയാണ് 2027. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഒഫീഷ്യൽ സ്പോൺസർ ആരാണ്? ഒഫീഷ്യൽ സ്പോൺസർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. കായിക ഇനങ്ങൾ 34 പക്ഷേ മല്ലക്കമ്പും യോഗയും മത്സര ഇനമാക്കിയപ്പോൾ 36 മാറി. ഇനി അടുത്ത ഗെയിംസ് 39ാമത്തെ നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്ന എവിടെയാണ്? 2027 മേഘാലയയിലാണ്. 2027 എവിടെയാണ്? മേഘാലയയിലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മള് RRBയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് എത്തുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതുവരെയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഞങ്ങൾ ഇനി അങ്ങനെ പഠിച്ചതോടൊന്നും സാരമില്ല. നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. നമ്മളൊരു റാപ്പിഡ് ബാച്ചുമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി, RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ള ഒരു റാപ്പിഡ് ബാച്ചുമായിട്ട് നമ്മൾ CC മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഡെയിലി ടോപ്പിക് എക്സാം, വീക്കിലി എക്സാംസ്, അതുപോലെ തന്നെ PDF ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ, മെന്റർഷിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഭാവിയുടെ തുടക്കം കുറിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കൊപ്പമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ലിങ്കിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഡി നല്ല ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക് നിങ്ങൾക്ക് കുതിക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ എല്ലാ തരത്തിലും സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിച്ചത് ആരാണ്? PS ജീനയാണ്. ബാസ്കറ്റ്ബോൾ താരമാണ്. അതുപോലെ ഒപ്പം ഉണ്ടായിരുന്ന മുഹമ്മദ് ജാസിർ ആണ്. ബുഷു താരമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക ഏന്തിയത് ആരാണ്? PS ജീനയാണ്. കേരള ടീമിന്റെ ചീഫ് ഡിമിഷൻ, സംഘതലവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ചീഫ് ഡിമിഷൻ, കേരളത്തിന്റെ ചീഫ് ഡി മിഷൻ എന്ന് പറഞ്ഞ സംഘതലവനാണ്. അത് സെബാസ്റ്റ്യൻ സേവിയർ ആണ്. മുൻ നീന്തൽ താരമാണ്. കേരള ടീമിന്റെ ചീഫ് ഡിമിഷൻ എന്ന് പറയുന്നത് ആരാണ്? സംഘതലവൻ എന്ന് മാത്രം അർത്ഥമുള്ളൂ കേട്ടോ. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? കേരള ആണ്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ പഠിക്കും PT ഉഷ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? അത് V സുനിൽ കുമാർ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതുപോലെ തന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്, 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ കിരീടത്തിന്റെ പേര് രാജ ഫലീന്ദ്ര സിംഗ് ട്രോഫി കിരീടം എന്നുള്ളതാണ്. ഓക്കെ, ട്രോഫി എന്നുള്ളതാണ് കേട്ടോ. രാജ ഫലീന്ദ്ര സിംഗ് ട്രോഫി, അതാണ് നാഷണൽ ഗെയിംസിലെ 1ാം സ്ഥാനം കിട്ടുന്നവർക്കുള്ള ട്രോഫി. അത് കിട്ടിയത് സർവീസസിനാണ്. 121 മെഡലുകൾ, 68 സ്വർണം, 26 വെള്ളി, 27 വെങ്കലം ഉൾപ്പെടെ ഫസ്റ്റ് സർവീസസിനായിരുന്നു. കഴിഞ്ഞ തവണ 37ാമത്തേതിന് കിട്ടിയത് ആർക്കാണ്? മഹാരാഷ്ട്രയ്ക്കാണ്. പക്ഷെ ഈ തവണ സർവീസസ് എല്ലാം തൂത്തുവാരി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 38ാമത് നാഷണൽ ഗെയിംസിൽ 1ാം സ്ഥാനം ലഭിച്ചവർക്കുള്ള രാജ ഫലീന്ദ്ര സിംഗ് ട്രോഫി കരസ്ഥമാക്കിയത് ആരാണ്? സർവീസസ് ആണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. കഴിഞ്ഞ വർഷം 1ാം സ്ഥാനമായിരുന്നു, കഴിഞ്ഞ തവണ 1ാം സ്ഥാനമായിരുന്നെങ്കിൽ ഈ തവണ 2ാം സ്ഥാനമാണ്. 3ാം സ്ഥാനം ഹരിയാന. കേരളത്തിന് 14ാം സ്ഥാനമാണ്. 54 മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 13 സ്വർണം, 17 വെള്ളി, 24 വെങ്കലം എന്നിങ്ങനെയാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ദേശീയ ഗെയിംസ് നീന്തലിൽ 10 മെഡലുകളുമായി കർണാടകയുടെ ശ്രീഹരി നടരാജു ശ്രദ്ധിക്കപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കർണാടകയുടെ ശ്രീഹരി നടരാജു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 10 മെഡലുകളുമായിട്ട് നീന്തലിൽ. 11 മെഡലുകളുമായി വനിതാ നീന്തൽ താരം ദിനി ദേശിംഗു 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. അതിൽ ഏറ്റവും വേഗതയേറിയ പുരുഷ താരം അനിമേഷ് കുജൂർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം സുധീഷ്ണ ശിവാങ്കർ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഇനി വുഷുവിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് മുഹമ്മദ് ജാസിൽ കെ ആണ്. വുഷുവിൽ. അതുപോലെ വനിതകളുടെ 45 കിലോ ഭാരോദ്വഹനത്തിൽ സഫന ജാസ്മിൻ PS. അതുപോലെ തന്നെ പുരുഷ ഡിക്കാത്തോളൻ എന്ന് പറയുന്ന ഇതില് തൗഫിക് N എന്നാണ് സ്വർണം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹർഷിത ജയറാം വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ഈ 3 ഇനങ്ങളിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട്. വനിതകളുടെ 50 മീറ്റർ
ബ്രസ്റ്റ് സ്ട്രോക്കിൽ, അതുപോലെ തന്നെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക്, 200 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക്, ഇതിലെല്ലാം സ്വർണം നേടിയിട്ടുള്ള ആളാണ് കേരളത്തിന് വേണ്ടി. കേരളത്തിന് സ്വർണം നേടിയവരുടെ പേര് നമ്മൾ പ്രത്യേകം ഒന്ന് ഡിസ്കസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ സാജൻ പ്രകാശ് നേടിയിട്ടുണ്ട്. തായ്ക്കൊണ്ട ഇനത്തിൽ വനിതാ അണ്ടർ 67 വിഭാഗത്തിൽ മരിയ റെജി, വനിതകളുടെ കോക്സ്ലെക്സ് ഫോർ തുഴച്ചിലിൽ റോസ് ജോഷി, അതുപോലെ തന്നെ വർഷ ബി, അശ്വതി ബി, മീനാക്ഷി എസ് എന്നിവർ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4x400 മീറ്റർ റിലേയിൽ, മിക്സർ റിലേയിൽ മനു ടി എസ്, സ്നേഹ കെ, ബിജോയ്, അൻഷ ബാബു എന്നിവരും സ്വർണം നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർണം നേടിയ മറ്റിനങ്ങൾ. വനിതകളുടെ വാട്ടർ പോളോ, വനിതകളുടെ വോളിബോൾ, വീണ്ടും പുരുഷന്മാരുടെ ഫുട്ബോൾ 28 വർഷത്തിന് ശേഷം 1997 ശേഷം കൃത്യമായിട്ട് ഇവർ നേടിയിട്ടുള്ളത് പുരുഷന്മാരുടെ ഫുട്ബോളിൽ സ്വർണ്ണ നേട്ടവും സംഭവിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ അഭിമാനിക്കാവുന്ന സ്വർണ്ണ നേട്ടങ്ങളാണ് ഇതൊക്കെയെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം പരീക്ഷ ഏതാണെങ്കിൽ പോലും കൃത്യമായിട്ട് സ്പോർട്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. സ്പോർട്സിൻ്റെ കറണ്ട് അഫയേഴ്സ് 2024 മുതലുള്ള കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യതയോടും വ്യക്തതയോടും കൂടി നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ റാപ്പിഡ് ബാച്ചിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഈ ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു.